ഹായ് ഓൾ, MS Excelൽ ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഓട്ടോഫിറ്റിന്റെ കോഡാണ്. നമുക്ക് നോക്കാം. സെയിൽസ് മാനേജർ നോക്കൂ, ഇങ്ങനെ കൊടുക്കുമ്പോൾ സെയിൽസ് മാനേജർ എന്ന് പറയുന്ന ഈ സെല്ലും കവിഞ്ഞ് നെക്സ്റ്റ് സെല്ലോട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇങ്ങനെ സ്പേസ് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി അടുത്തത് പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് എഴുതാം. പ്രോഫിറ്റ് ആൻഡ് ലോസ്. നോക്കൂ, ഇതും സെല്ലും കവിഞ്ഞ് പോയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇങ്ങനെ സ്പേസ് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നു. ഇതിന് പകരം എങ്ങനെ ഓട്ടോഫിറ്റ് ആയിട്ട് നമുക്ക് സെല്ലുകൾ അറേഞ്ച് ചെയ്യാം എന്നുള്ളതാണ് കാണിച്ചിരുന്നത്. അതായത് ഓട്ടോഫിറ്റ് ആയിട്ട് നമ്മൾ വേർഡ്സ് എഴുതുമ്പോൾ സെല്ലുകളെല്ലാം ഓട്ടോഫിറ്റ് ആയി വരണം. അതിനുവേണ്ടി എന്താണ് ചെയ്യുക എന്നുള്ളതാണ് കാണിച്ചിരുന്നത്. ഷീറ്റ് 1 പോവുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, വ്യൂ കോഡ് എടുക്കുക, ജനറൽ മാറ്റി വർക്ക്ഷീറ്റ് കൊടുക്കുക. എന്നിട്ട് ഈ വരുന്ന സ്പേസിൽ സെൽസ് ഡോട്ട് എൻറ്റയർ കോളം ഡോട്ട് ഓട്ടോഫിറ്റ്. നോക്കൂ, ഇത് വിഷ്വൽ ബേസിക്കിൽ ഞാൻ കോഡ് എഴുതിയിട്ടുണ്ട്. സെൽസ് ഡോട്ട് എൻറ്റയർ കോളം ഡോട്ട് ഓട്ടോഫിറ്റ് എന്ന്. ഇനി നമുക്ക് ഷീറ്റിലോട്ട് പോകാം. ഷീറ്റിലോട്ട് പോയി ഇനി നമുക്ക് വീണ്ടും സെയിൽസ് മാനേജർ എന്ന് എഴുതി നോക്കാം. സെയിൽസ് മാനേജർ. നോക്കൂ, ഇപ്പൊ ഓട്ടോഫിറ്റ് ആയി നമുക്ക് സെല്ലിൽ ഒതുങ്ങി തന്നെ വേർഡ്സ് വരുന്നുണ്ട്. ഇനി നമുക്ക് അടുത്ത ദിവസം ടൈപ്പ് ചെയ്യാം. പ്രോഫിറ്റ് ആൻഡ് ലോസ്. നോക്കി നോക്കൂ, സെല്ല് ഡീഫോൾട്ട് ആയിട്ട് തന്നെ ആ വേർഡ്സ് അതിൽ ഒതുങ്ങി വരുന്നുണ്ട്, ഓട്ടോഫിറ്റ് ആയി വരുന്നുണ്ട്. ഇതിനു വേണ്ടി ഞാൻ ഉപയോഗിച്ചത് വിഷ്വൽ ബേസിക്കിൽ കോഡാണ്. സെൽസ് ഡോട്ട് എൻറ്റയർ കോളം ഡോട്ട് ഓട്ടോഫിറ്റ്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.